ഇപ്പോൾ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ അതും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുമാണ് പറയുന്നതെന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ നയരേഖകളെക്കുറിച്ച്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഒരു കാര്യം പറയാം. ഒന്നിപ്പോൾ സനോജ് പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ല, അത് സിമിയുടെ മുദ്രാവാക്യമാണ്. സിമി എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആ കാലഘട്ടത്തിൽ അത് വളരെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ SDPI ജമാഅത്തെ ഇസ്ലാമിയും ഒരേ സംഘടനകളാണെന്ന് പറയുന്നു. മുസ്ലിം ലീഗിനെ ഇതിൻ്റെ കൂടെ കൂട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരു തീവ്രവാദ മുദ്ര ചാർത്തുക എന്നുള്ള ഒരു പദ്ധതിയാണ് CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നത്. അതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഈ മുദ്രാവാക്യം. എന്താണ് മുദ്രാവാക്യം എന്ന് ചോദിച്ചല്ലോ. ഇപ്പോൾ ഇന്നിപ്പം AK ബാലൻ പറഞ്ഞ കാര്യം, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അത് നമുക്കറിയാം, യാഥാർത്ഥ്യമായി സംഭവിക്കാൻ പോകുന്നില്ല കാര്യമല്ല എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം പറയുന്നത് മാറാട് ആവർത്തിക്കും എന്നുള്ളതാണ്. അപ്പം മാറാട് ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2003 ആണ് ആ കൊലപാതകങ്ങൾ നടന്നത്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടുണ്ട്, അത് പിന്നീട് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു ലാർജർ കോൺസ്പിറസി എന്താണ് എന്നുള്ളത് CBIയും അന്വേഷിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് ഈ മാറാട് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ആരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമുക്കറിയാം, അന്ന് CPMലെ നേതാക്കൾ പോലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിക്ക് മാറാട് കലാപത്തിലുള്ള പങ്ക് ഉള്ളതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 2003 ഈ കലാപം ഉണ്ടാകുന്നത്. 2006 ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ഇമീഡിയറ്റ് ആയിട്ടുണ്ടായിട്ടുണ്ട്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നു. പല പല നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായി നമുക്കറിയാം. ഒന്ന് കുറ്റിപ്പുറത്ത് ജലീൽ ജയിച്ച ഉടനെ അദ്ദേഹം വന്നത് ഹീറോ സെൻറ്ററിൽ വന്നിട്ട് അമീറിനെ കാണുകയാണ് ചെയ്തത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു എങ്കിൽ കൃത്യമായിട്ടുള്ള ഫാക്റ്റ് വെച്ച് വിമർശിക്കണം, അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യമായി ബോധവുമായിട്ടുള്ള ബന്ധമുണ്ടാവണം. അപ്പോൾ അങ്ങനെയില്ലാതെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ വാചകങ്ങൾ മറ്റൊരു രീതിയിൽ ഇന്ന് AK ബാലൻ പറയുകയാണ്. അപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാൾ വന്ന് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവുമെന്ന്. അത് വളരെ ഗുരുതരമായൊരു പ്രശ്നമല്ലേ? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിയും, ഇനിയിപ്പോൾ പണ്ട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, ഇനിയും തെരഞ്ഞെടുപ്പുകൾ കഴിയും, അതിനുശേഷവും തെരഞ്ഞെടുപ്പൊക്കെ വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത്തരം പ്രസ്താവനകൾ, പ്രത്യേകിച്ച് മാറാട് പോലുള്ള ഒരു പ്രശ്നത്തിൽ, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മുറിവുകൾ എത്ര മാത്രമാണ് എന്ന് ഞങ്ങൾക്ക് നേരിട്ടറിയാം. എത്ര കാലം കഴിഞ്ഞിട്ടാണ് മാറാട് സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി അവിടെ നടന്ന ഉപരോധവും അത് നേരിടാൻ വേണ്ടി പോലീസ് സന്നാഹവും, എത്രയോ മാസക്കാലം, വർഷക്കാലം അവിടെ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർമ്മയെ, ഒരിക്കലും കേരളം മറക്കാൻ ശ്രമിക്കുന്നൊരു ഓർമ്മയെ ഒരു തെരഞ്ഞെടുപ്പ് വിധേയത്തിന് വേണ്ടി മാത്രം കൊണ്ടുവരിക എന്നുള്ളത്, അതും ആ മാറാട് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ ഒരു സംഘടനയെ അതുമായി ബന്ധിപ്പിച്ചിട്ട് അവരധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്നൊക്കെ പറയുന്നത്, സനോജ് ആദ്യം പറഞ്ഞ പോലെ വികസനമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്, അങ്ങനെയാണ് നേരിടേണ്ടത്.